അരുണം സ്കൂൾ ഓഫ് മിസ്റ്റിസിസം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളേറെ വിശകലനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു വിഷയത്തിലേക്ക് DNA അസ്ട്രോളജിയിലേക്ക് തന്നെയാണ് വരുന്നത്. നമ്മൾ പല വിഷയങ്ങളും DNA അസ്ട്രോളജിയെ കൊണ്ട് മനസ്സിലാക്കി പഠിച്ചു. ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. സ്വയം തിരിച്ചറിവിലേക്ക് എത്തുവാൻ സാധിക്കുന്നു, പുതിയ അറിവിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നു, പുതിയ ലക്ഷ്യബോധങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്നു, വിജയങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്നു എന്ന അറിവ് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്നത് തന്നെയാണ്. ഇവിടെ നമ്മൾ നക്ഷത്രങ്ങളുടെ പഠനത്തിൽ വിവിധ DNA കണക്ടിവിറ്റികളിൽ വരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി. അതിൽ ഒരു നക്ഷത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് വരുന്നത്. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രം ഇത് കന്നി തുലാ രാശികളിലായിട്ട്, രണ്ട് രാശികളിലായിട്ടാണ് ഈ നക്ഷത്രം വരുന്നത്. അതായത് കന്നി രാശിയുടെ അവസാനം 2 പാദങ്ങളും ഒപ്പം തന്നെ തുലാ രാശിയുടെ ആദ്യ 2 പാദങ്ങളുമായിട്ട് 2 രാശികളുടെ മധ്യത്തിൽ പ്ലേസ്മെൻറ്റ് വരുന്നു. വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥാനം കൂടിയാണത്. കാരണം കാലപുരുഷൻ്റെ, രാശിചക്രത്തിലെ കാലപുരുഷൻ്റെ 6-7 ഭാവങ്ങളെ കണക്ട് ചെയ്യുന്ന പോയിൻ്റ് കൂടിയാണ് 6-7 ഭാവങ്ങൾ. ഇത് ചൊവ്വയുടെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ്. എന്നാൽ DNA അസ്ട്രോളജിയിലേക്ക് വരുമ്പോൾ ഈ നക്ഷത്രത്തിന് മറ്റൊരു വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമുണ്ട്. ഇതിൻ്റെ DNA കണക്ടിവിറ്റി എന്ന് പറയുന്നത് ശുക്രൻ്റെ DNA കണക്ടിവിറ്റിയിലാണ് വരുന്നത്. ശുക്രൻ, വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റിൻ്റെ ജനിതഘടനയുമായിട്ടാണ് ഈ നക്ഷത്രം DNA അസ്ട്രോളജി പ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിന് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ ഒരു പിന്നിലുണ്ട്. ഈ നക്ഷത്രങ്ങൾ ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജന്മനക്ഷത്രമായിട്ട് വന്നാൽ, അല്ലെങ്കിൽ ലഗ്നം നിൽക്കുന്ന പോയിൻ്റായിട്ട് വന്നാൽ, അല്ലെങ്കിൽ ലഗ്നാധിപൻ നിൽക്കുന്ന പോയിൻ്റായിട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും വിധി, മതി, ഗതി എന്നിങ്ങനെ നമ്മൾ 3 പേരുകളിൽ DNA അസ്ട്രോളജിയിൽ പറയുന്ന ഗണത്തിൽ ഈ നക്ഷത്രം വരുന്ന ആ വ്യക്തിക്ക് ശുക്രൻ്റെ DNA സ്വാഭാവികമായിട്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇതിനോടകം DNA അസ്ട്രോളജിയുടെ വിവിധ വീഡിയോകൾ കണ്ടവർക്ക് എന്താണ് DNA അസ്ട്രോളജി എന്നും ഒപ്പം തന്നെ അത് എന്തിനെ കുറിക്കുന്നുവെന്നും വളരെ വ്യക്തമായിട്ടുള്ള അറിവുണ്ടാകും. അവർക്ക് എളുപ്പമായിരിക്കും ഈ വിഷയമെങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു സൂചന, ഈ ജനിതഘടന എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തികളുടെയും പൂർവ്വജന്മ കർമ്മങ്ങളാൽ വന്നു ചേരുന്ന കർമ്മഫലങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവിടെ പൂർവ്വജന്മ കർമ്മങ്ങൾക്ക് DNA അസ്ട്രോളജിയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എങ്ങനെയാണോ നമുക്ക് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഗുണങ്ങളല്ലേ, നമ്മുടെ ശരീരമായാലും ശരി, നമ്മുടെ രൂപഭാവങ്ങളൊക്കെ തന്നെ നമ്മുടെ പിതൃക്കളുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ, പിതാവിൻ്റെ, അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരുടെ അല്ലെ അപ്പൂപ്പന്മാരുടെ ഒക്കെ തന്നെ സവിശേഷതകൾ നമ്മളിലേക്ക് വന്നു ചേരുന്നുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് രോഗങ്ങളും വന്നു ചേരുന്നത്. പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ വന്നു ചേരുന്നു. അല്ലെങ്കിൽ ഒരു പരമ്പിൽ തന്നെ ഒരു രോഗം തന്നെ പല തലമുറയിലേക്ക് കൈമാറി പോകുന്നു. അപ്പോൾ അങ്ങനെ ആ രോഗങ്ങളും അല്ലെങ്കിൽ രൂപഭാവങ്ങളും ഒക്കെ തന്നെ എങ്ങനെയാണോ കൈമാറി വരുന്നത് DNA അല്ലേ, ജനിതഘടനയിലാണ് അത് രേഖപ്പെടുത്തി വരികയാണ്. ജനിതഘടനയാണ് അതിൻ്റെ സൂചനകളിലേക്ക് അതിൻ്റെ അറിവുകളിലേക്ക് നമ്മെ നയിക്കുന്നത്, നമ്മുടെ DNA. സ്വാഭാവികമായിട്ടും അതേ DNA തന്നെയാണ് നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളും ഉള്ളത്, രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അത് നമ്മുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പൂർവ്വജന്മ കർമ്മങ്ങളുണ്ടാകും. അതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും പരമ്പരകളിലൂടെ കൈമാറി വരുന്ന കർമ്മഫലങ്ങളും സ്വാഭാവികമായിട്ട് നമ്മളിൽ പ്രതിഫലിക്കുന്നു. അതുകൊണ്ട് തന്നെ പൂർവ്വജന്മ കർമ്മം എന്നത് വളരെ പ്രാധാന്യമാണ് ജനിതഘടന അല്ലെങ്കിൽ DNA അസ്ട്രോളജിയിൽ. അത് തന്നെയാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അതിൽ വിശ്വാസമുള്ളവർക്ക്, ആ അറിവ് അറിയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ അറിവുമായിട്ട് മുന്നിലേക്ക് പോകാം. അല്ലാത്തവർക്ക് വിട്ടുകളയുക, യാതൊരു വിഷമവുമില്ല. ഇതിൻ്റെ അടിസ്ഥാനം അതാണെന്ന് പറയുന്നതിൽ യാതൊരു വിഷമവുമില്ല. കാരണം അത് ശരിയായിട്ടുള്ള തിരിച്ചറിവാണെന്ന് അറിഞ്ഞവർക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞാൻ എടുത്ത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ജനിതഘടന DNA എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഇതുണ്ടാകാം. പിന്നീട് ഇത് DNA എന്ന് പറയുമ്പോൾ ഇതിൻ്റെ DNA അസ്ട്രോളജിയുടെ ബേസിക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ DNA അല്ല ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നക്ഷത്രങ്ങളുടെയും രാശിചക്രത്തിൻ്റെ ഒപ്പം തന്നെ നവഗ്രഹങ്ങളുടെയും അവരും എന്താണ് അവർക്കൊരു ജനിതഘടനയുണ്ട്, അതിനൊരു ജനിതഘടനയുണ്ട്. അത് നമ്മുടെ പൂർവികർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത്രമേൽ ആഴങ്ങളിൽ പഠിച്ചവരാണ്, അത്രമേൽ ആഴങ്ങളിൽ സഞ്ചരിച്ചവരാണ്, സൂക്ഷ്മമായി സഞ്ചരിച്ചവരാണ് നമ്മുടെ ആചാര്യന്മാർ, പൂർവികർ.
അതുകൊണ്ട് തന്നെ അവർ പകർന്നു നൽകുന്ന അറിവുകളെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ആ അറിവുകളാണ് ഇവിടെ നമ്മൾ ഒരു ഗ്രഹനിലയിലേക്ക് വരുമ്പോൾ വിശകലനം ചെയ്യാനായിട്ട് എടുക്കുന്ന അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ അറിവാണ്, നക്ഷത്രങ്ങളുടെ ജനിതഘടനയാണ്. അതെങ്ങനെയാണ് മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ പഠന വിഷയം തന്നെ. അതവിടെ നിൽക്കട്ടെ. ഞാൻ വീണ്ടും നമ്മുടെ നക്ഷത്രത്തിലേക്ക് വരാം. ചിത്തിര നക്ഷത്രം. ഇത് ശുക്രൻ്റെ DNA കണക്ടിവിറ്റി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഏതൊക്കെ പൂർവ്വജന്മ കർമ്മഫലങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, ആ നക്ഷത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ദേവതാ സങ്കല്പമുണ്ട്, വിശ്വകർമാവ്. വിശ്വകർമാവിൻ്റെ നക്ഷത്രമാണ്. നമുക്കറിയാം സൃഷ്ടിയുടെ, ക്രിയേറ്റിവിറ്റിയുടെ, അല്ലേ, വിശ്വത്തിന് തന്നെ സൃഷ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ സൃഷ്ടി നടത്തപ്പെടുന്നത് അദ്ദേഹത്തിലൂടെയാണ്. അദ്ദേഹം ഏറ്റവും നല്ലൊരു ക്രിയേറ്ററാണ്, അല്ലേ, ക്രിയേറ്ററാണ്. തീർച്ചയായിട്ടും ക്രിയേറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ്, ശുക്രൻ്റെ എനർജി തന്നെയാണ് ഈ നക്ഷത്രത്തിൽ ഉള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ കർമ്മഫലത്തിൽ ഉള്ളത്. സ്വാഭാവികമായിട്ടും ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവാഹ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള, ദാമ്പത്യ ബന്ധങ്ങളിൽ, സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു എനർജിയാണ് വീനസിൻ്റേത്, ശുക്രൻ്റേത്. അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്നത് ശുക്രൻ്റെ എനർജിയാണ് എന്ന് പറയാം. സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൽ, സെക്ഷുവൽ ലൈഫായാലും ശരി, മറ്റ് സ്നേഹബന്ധങ്ങളായാലും ശരി, അതുമല്ലെങ്കിൽ നമ്മൾ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊതുവായിട്ടുള്ള എല്ലാ ആഡംബരങ്ങളായാലും ശരി, അലങ്കാരങ്ങളായാലും ശരി, സന്തോഷമായാലും ശരി, എല്ലാം ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലക്ഷറി ലൈഫുകൾ, ലക്ഷറി ആയിട്ടുള്ള തിങ്കിങ്ങുകൾ, നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല സൗന്ദര്യവും ശുക്രൻ്റെ കർമ്മം. അപ്പോൾ സൗന്ദര്യത്തോടുകൂടി ജീവിക്കുക, അല്ലെ, സൗന്ദര്യം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല. സൗന്ദര്യമായിട്ടുള്ള ഭംഗിയുള്ള പൂക്കൾ അല്ലെങ്കിൽ ഭംഗിയുള്ള ആഭരണങ്ങൾ, ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അതാണ് അവിടെ വിശ്വകർമാവ് വരുന്നത്. എന്താണ്? ക്രിയേറ്ററായിട്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ സാമുദായികപരമായിട്ടുള്ള ഇതിൽ വിശ്വകർമ്മ സമുദായം തന്നെ ഉണ്ടല്ലേ. സ്വർണ്ണപ്പണി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, ആഭരണങ്ങളുടെ പണി ചെയ്യുന്നവർ. അപ്പോൾ എന്തുമാത്രം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അവരും ആ നക്ഷത്രവുമായിട്ട്. തീർച്ചയായിട്ടും വിശ്വകർമ്മജർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം കൂടിയാണ് ചിത്തിര നക്ഷത്രം എന്ന് പറയുന്നത്. കാരണം അവരുടെ ആരാധ്യ ദേവനാണ് വിശ്വകർമാവ്. ചിത്തിര നക്ഷത്രം അതുപോലെ അവർക്ക് പ്രാധാന്യം വരുന്നു. അപ്പോൾ അത് തന്നെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു കുലത്തിൻ്റെ ഊർജ്ജം ആ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ എല്ലാ നക്ഷത്രങ്ങൾക്കും കുലങ്ങളുമായിട്ട് ബന്ധമുണ്ട് സ്വാഭാവികമായിട്ട്. നമുക്കിവിടെ എന്തായാലും ഇവിടെ നമുക്ക് ചിത്തിരയിലേക്കാണ് നമ്മുടെ ചർച്ച വരുന്നത്. നമുക്ക് മറ്റ് ഒരുപാട് നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിനോടകം, ഇനിയും വരും തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള എനർജി, നമ്മൾ ഉദാഹരണമായിട്ട് സ്വർണ്ണാഭരണം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റ് കാര്യം, അതിലെന്താണ് പൂർവ്വജന്മ കർമ്മ ഫലമുള്ളത്? പൂർവ്വജന്മങ്ങളിലെ ദാമ്പത്യ ബന്ധത്തെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കരകൗശല വിദ്യകളൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണാഭരണങ്ങൾ നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള വിഷയങ്ങൾ എല്ലാം തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വിഷയങ്ങളിൽ തെറ്റായിട്ട് സഞ്ചരിക്കുക, തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതിന് വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കുകയും മറ്റുള്ളവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും നൽകുകയും ചെയ്യുക അവരവരുടെ പൂർവ്വജന്മ കർമ്മങ്ങളാൽ. അതുപോലെ അവിടെ ആഭരണങ്ങൾ വരുന്നു, ആഭരണങ്ങളായാലും ശരി, അത്തരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളായാലും ശരി, അത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധം അതിനുവേണ്ടി വളരെ വർദ്ധിച്ച ആഡംബര ഭ്രമത്താലും ഒക്കെ തന്നെ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ട് അങ്ങനെ, അല്ലേ. അതിൻ്റെ ഒരു ആസക്തി വളരെയധികം വർദ്ധിക്കുകയും അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് അതൊക്കെ സ്വന്തമാക്കുക, അവിടെയാണ് പ്രാധാന്യമുള്ളത്. മറ്റുള്ളവരെ ദ്രോഹിക്കുക അല്ലെങ്കിൽ ഇന്ന് തെറ്റ് തന്നെയാണ്, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, പറയാതിരിക്കാൻ സാധിക്കില്ല. ആഭരണാദി വിഷയങ്ങളിൽ, സ്വർണ്ണാഭരണങ്ങളിൽ പ്രത്യേകിച്ച് നടത്തുന്ന തട്ടിപ്പുകൾ, അല്ലേ. നല്ലവരുമുണ്ട്, മോശം, എല്ലാ മേഖലയിലും ഉണ്ട്. ഇവിടെയും അത്തരം മേഖലയിൽ നല്ലതുപോലെ സ്വർണ്ണാഭരണങ്ങളിലെ മായം കലർത്തിയായാലും ശരി, അല്ലെങ്കിൽ അതിൽ തട്ടിപ്പ് നടത്തിയാലും ശരി, അതിൻ്റെ തൂക്കങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ ചെയ്തുകൊണ്ട് അത് കൈക്കലാക്കുക, അല്ലെങ്കിൽ അത് മോഷ്ടിക്കുക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കവർച്ച നടത്തുക, മറ്റുള്ളവരുടെ സ്വത്താണല്ലേ കവർച്ച ചെയ്യുക. അത് സ്വർണ്ണം പോലുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ ആഭരണാദി കാര്യങ്ങൾ കവർച്ച ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ തെറ്റായിട്ടുള്ള മാർഗങ്ങളിൽ സഞ്ചരിക്കുക, ദാമ്പത്യ ബന്ധത്തിൽ ജീവിത പങ്കാളിക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാതിരിക്കുക, ജീവിത പങ്കാളിയെ അപമാനിക്കുകയും അല്ലെങ്കിൽ ദ്രോഹിക്കുകയും ചെയ്യുക എന്ന് തുടങ്ങി ആ ശുക്രൻ്റെ ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഷയങ്ങളിലും പൊതുവായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്? തെറ്റ് സംഭവിച്ചിട്ടുണ്ട് പൂർവ്വജന്മത്തിലെന്നർത്ഥം. നിങ്ങൾ ചിത്തിര നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ അല്ലെങ്കിൽ വിധി, മതി, ഗതി എന്നിങ്ങനെ വരുന്ന ആ പോയിന്റുകൾ നിങ്ങൾക്ക് ചിത്തിര നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയെ പൂർവ്വജന്മത്തിൽ തെറ്റായിട്ടാണ് പ്രയോജനപ്പെടുത്തിയത്. അതിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ ആ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജനിക്കുവാൻ കാരണം തന്നെ. നിങ്ങളുടെ കർമ്മഫലം അവിടെ ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പാരമ്പര്യമായിട്ടുള്ള കണക്ടിവിറ്റിയും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ഇത്തരത്തിലുള്ള സ്വർണ്ണാഭരണ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ അത് വളരെ പ്രാധാന്യമുണ്ട് എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള വിഷയത്തിൽ 6-7 ഭാവങ്ങൾ ബന്ധപ്പെടുന്ന സാമ്പത്തികപരമായ വിഷയങ്ങളിൽ എന്താണ് അളവ് തൂക്കൽ. അതിൻ്റെ തൊട്ടടുത്ത രാശി അതിൻ്റെ അവസാന ഭാഗങ്ങൾ വരുന്നത് തുലാം രാശിയിലാണ്. തുലാശത്തിൻ്റെ സിമ്പൽ തന്നെ തുലാസാണല്ലേ, തുലാം രാശിയുടെ സിമ്പൽ തുലാസ്, ത്രാസ്. പണ്ട് കാലങ്ങളിൽ എന്താ അളവ് തൂക്കി നോക്കാനായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നു. പക്ഷേ പണ്ട് കാലങ്ങളിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ സത്യവും ധർമ്മവും ഒക്കെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയവർക്ക് പ്രോബ്ലം ഇല്ല. സത്യവും ധർമ്മവും പരിപാലിക്കാത്തവർക്കാണ് ഈ സൂചന നൽകുന്നത്. നിങ്ങൾ അതിലെന്താണ് തെറ്റുകുറ്റങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ട്, അതാണ് ആ നക്ഷത്രത്തിൽ തന്നെ വന്ന് ജനിക്കുന്നത്. നോക്കൂ, കന്നി തുലാം രാശികളെ ബാലൻസ് ചെയ്യുന്ന കറക്റ്റ് പോയിന്റിൽ ഡിഗ്രിയിൽ തന്നെയാണ് ചിത്തിര നക്ഷത്രം വന്ന് നിൽക്കുന്നത്. കന്നിയുടെ ഊർജ്ജവും, കന്നി ബുധൻ്റെ ഉച്ചരാശിയാണ്, അല്ലെങ്കിൽ ബുധൻ്റെ രാശിയാണ്, സ്വന്തം രാശിയാണ്, വളരെയധികം പവറുള്ള രാശി. ബുധൻ എന്ന് പറഞ്ഞാൽ കണക്കാണ്. അപ്പോൾ ഇവിടെ ആ കന്നി രാശിയുടെ അവസാനം വരുന്ന അല്ലെങ്കിൽ ചിത്തിരയുടെ ആ 1-2 പാദങ്ങളിലാണ് നിങ്ങളുടെ ആ നക്ഷത്രത്തിൻ്റെ ഇത് കണക്ടിവിറ്റി വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ആ ബുധൻ്റെ എനർജിയുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് തന്നെയാണ് ഈ ക്രിയേറ്റിവിറ്റിയിൽ അതിൻ്റെ കണക്ക് കൂട്ടൽ അല്ലെങ്കിൽ ഈ അളവ് തൂക്കങ്ങൾ നോക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് നമുക്കറിയാം അതിൻ്റെ സൂക്ഷ്മത എത്രത്തോളം ഉണ്ട്. അതിൽ വ്യാപാര ചിന്ത വിഷയങ്ങളിലൊക്കെ വരുമ്പോൾ വ്യാപാരത്തിൽ തട്ടിപ്പ് നടത്തുന്നവരല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക അത്തരം വിഷയങ്ങളിൽ പൂർവ്വജന്മത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള അർത്ഥം. സംശയിക്കേണ്ട. ഈ പറഞ്ഞ വിഷയങ്ങൾ, ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒന്നിലധികം വിഷയങ്ങളിൽ തെറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ആ നക്ഷത്രം തന്നെ കിട്ടുന്നത്. പുണ്യങ്ങളും പാപങ്ങളും ഉണ്ട്. നമ്മൾ പാപങ്ങളെയാണ് ഇവിടെ വിശകലനം ചെയ്യാൻ എടുക്കുന്നതെന്ന് മാത്രം. പുണ്യങ്ങൾ അവിടെ നിന്നുള്ളട്ടെ, അത് അനുഭവിക്കാൻ നമുക്ക് സന്തോഷം, വളരെ സന്തോഷം. പക്ഷേ ദുഃഖങ്ങളെയൊക്കെ തേടിയാണ് നമ്മൾ പോകുന്നത്, അതിൻ്റെ കാരണങ്ങളെ തേടിയാണ് പോകുന്നത്. അതാണ് നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും. അതിനെയാണ് പരിഹരിക്കപ്പെടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ എന്താണ് അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. സ്വാഭാവികമായിട്ട് നിങ്ങളിൽ എന്ത് ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഈ വിശ്വകർമാവിൻ്റെ എനർജി നിങ്ങളിൽ സ്വാഭാവികമായിട്ടുണ്ട്. നല്ല ക്രിയേറ്റീവ് എനർജി ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് അർത്ഥം. ഏതൊരു വിഷയത്തിലും ക്രിയേറ്റീവായിട്ട് സമീപിക്കാനും ക്രിയേറ്റീവായിട്ട് ചെയ്യുവാൻ, അത് കലാമേഖലകളിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇത്തരം ക്രിയേറ്റീവായിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ, അത് ഇന്ന് അനന്തമായിട്ടുള്ള സാധ്യതകളുള്ള ഒരു മേഖലയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ. നമ്മൾ സ്വർണ്ണാഭരണം അല്ലെങ്കിൽ അത് മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അത് ആയിരക്കണക്കിന് തൊഴിൽ മേഖലകളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. എവിടെ ബിസിനസ് ഉണ്ടോ അവിടെ നമുക്ക് ചിത്ര കൊണ്ടുവരാം തീർച്ചയായിട്ടും. ആഡംബരം അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള വസ്ത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, വസ്ത്രങ്ങളൊക്കെ ശുക്രനായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റൈൽസുകൾ, സ്വർണ്ണാഭരണ കടകൾ, അല്ലെങ്കിൽ ബാങ്കിലേക്ക് വന്നാൽ ബാങ്കിലല്ലേ സ്വർണ്ണം പണയമെടുക്കുന്നത്, അത് കൂടുതലും കന്നി രാശിയിലെ ആ ചിത്രയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാര്യം അവിടെ അക്കൗണ്ട്സാണ്, അത് അളന്ന് തൂക്കി കണക്ക് കൂട്ടി അല്ലേ, അളവ് തൂക്കങ്ങൾ നോക്കുക. അത് കൂടുതലും ആ കണക്ക് കൂട്ടൽ അല്ലെങ്കിൽ മറ്റൊരു വളരെ പ്രാധാന്യമുള്ള വിഷയമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, എന്താണ് വാസ്തുവിദ്യ. അപ്പോൾ വാസ്തുവിദ്യയിൽ കണക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള എനർജി, സപ്പോർട്ട് അല്ലെങ്കിൽ അതിനുള്ള പവർ ഇവിടെ ഈ ചിത്ര നക്ഷത്രം സൂചിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ പൂർവികത്തിൽ അല്ലെങ്കിൽ പൂർവ്വത്തിൽ ചെയ്ത വ്യക്തികൾ ഉണ്ടാകും എവിടെയെങ്കിലുമൊക്കെ. നിങ്ങളിലും ആ കഴിവുകൾ തീർച്ചയായിട്ടും ഉറങ്ങിക്കിടപ്പണം, നിങ്ങൾ അറിയാതെ മറിഞ്ഞിക്കിടപ്പണം. നിങ്ങൾ ആ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് അളവ് തൂക്കൽ എന്ന് പറയുമ്പോൾ ഇന്ന് എഞ്ചിനീയറിംഗ് പോലുള്ള മേഖലകളിലേക്ക്, അതുപോലെ ഇൻറ്റീരിയർ ഡിസൈനിങ് പോലുള്ള മേഖലകളിലേക്ക്, അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, വാഹനങ്ങളും ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഡിസൈനിങ് വരുന്നു, വാഹനങ്ങളുടെ ഡിസൈനിങ്. അതുപോലെ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള വിഷയങ്ങൾ, അത് ആഭരണങ്ങളുടെ ഡിസൈനിങ് വളരെ പ്രാധാന്യം ഇന്ന് അനന്തമായിട്ട് നീങ്ങി. അതുപോലെ ഇന്ന് വസ്ത്രങ്ങളുടെ അല്ലേ കോസ്റ്റ്യൂം ഡിസൈനിങ്, ഇതെല്ലാം ഈ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ എനർജികൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം മേഖലകൾ നിങ്ങൾക്ക് കർമ്മമേഖലയായിട്ട് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് 10ാം ഭാവവും മറ്റുമൊക്കെ നോക്കേണ്ടതുണ്ട്. ഒന്നിലധികം കാര്യങ്ങൾ നോക്കണം. ഇത് ഒരു നക്ഷത്രം നിങ്ങൾക്ക് എൻ്റെ ജന്മനക്ഷത്രം വന്നെന്ന് പറഞ്ഞ് ഇതൊക്കെ ചെയ്യാമെന്ന് അർത്ഥമില്ല. പക്ഷേ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കൊണ്ട് ഈ എനർജി, അത് മറ്റ് പോയിന്റുകളുമായിട്ട് നമ്മൾ കൂട്ടിയിണക്കിക്കൊണ്ട് ഇത് യോജിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. അതിൽ സംശയമില്ല. പോസിറ്റീവായിട്ട് സമീപിക്കണമെന്ന് മാത്രം. കാരണം എന്താണ്, ഡേഞ്ചറാണ്. പൂർവ്വജന്മത്തിൽ തെറ്റായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ഈ ജന്മത്തിൽ നിങ്ങൾ എന്നാൽ എനിക്ക് ചിത്ര നക്ഷത്രമുണ്ട്, സ്വർണ്ണാഭരണം കൊള്ളാം, സ്വർണ്ണാഭരണ ബിസിനസ്സിൽ ഇറങ്ങാം, ഒരു കട ജ്വല്ലറി തുടങ്ങാം എന്ന് പറഞ്ഞ് നിങ്ങൾ ജ്വല്ലറിയിൽ തുടങ്ങുന്നു. അവിടെ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മറ്റാരേക്കാളും ഡേഞ്ചർ ആവുക നിങ്ങളുടെ ലൈഫാകും. തിരിച്ചടി കിട്ടുക നിങ്ങൾക്കാകും. ചിലപ്പോൾ 10 പേര് അവിടെ തട്ടിപ്പ് നടത്തുന്നുണ്ടാകും, പക്ഷേ അവർക്കൊന്നും പ്രശ്നം വരില്ല. ചിത്ര നക്ഷത്രമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നം വരും. നിങ്ങളുടെ ജീവിതം തുകകയറിലാകും എന്നർത്ഥം. അപ്പോൾ അണുവിട മാറാതെ ആ വിഷയങ്ങൾ, ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അണുവിട മാറാതെ ധർമ്മത്തോടുകൂടി നീതിയോടുകൂടി ആ കാര്യം ചെയ്താൽ നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മങ്ങളുടെ എന്താണ് പോസിറ്റീവായിട്ടുള്ള ഓപ്പോസിറ്റ് കർമ്മമായിട്ട് മാറുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നന്മ വരും, നിങ്ങളവിടെ വിജയിക്കും.
ഇതാണ് അതിൻ്റെ രഹസ്യം, വേറെ ഒന്നും തന്നെ ഇല്ല. നമ്മളാൽ വന്നു ചേരുന്ന കർമ്മഫലങ്ങളെ നമ്മളുടെ കർമ്മം കൊണ്ട് തന്നെ നമ്മൾ വിജയിച്ച് മാറണം, വിജയിച്ച് കയറണം, മുന്നോട്ട് പോകണം. അതിന് വേറെ പരിഹാരമില്ല. നമ്മുടെ കർമ്മം തന്നെയാണ് യഥാർത്ഥ പരിഹാരം. അതാണ് DNA അസ്ട്രോളജി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവനവൻ്റെ കർമ്മം കൊണ്ട് അതിനെ അതിനെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുക. അതുപോലെ തന്നെ വിവാഹ വിഷയത്തിൽ വളരെയധികം പ്രാധാന്യം. നിങ്ങൾ ഈ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് തുല്യ പങ്കാളിത്തം നൽകണം എന്നർത്ഥം. നിങ്ങൾ മേൽക്കോയ്മ കാണിക്കാൻ പാടില്ല. തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. യാതൊരു സംശയവുമില്ല. അടിച്ചമർത്താനും താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ തീർച്ചയായിട്ടും എന്ത് പറ്റും? അവിടെ നിങ്ങളുടെ ദാമ്പത്യ ബന്ധം ഫെയിൽഡാകും, സംശയമില്ല. 2 രാശികളുടെ മധ്യത്തിൽ വരുന്നു. വേർപിരിയിലേക്ക് പോകാനായിട്ട് വളരെയധികം സാധ്യത കൂടുതൽ സംഭവിക്കുക. എല്ലാവർക്കും സംഭവിക്കുന്ന അർത്ഥമല്ല. നിങ്ങൾ എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ച് കൊണ്ടിരിക്കും അതിൻ്റെ റിസൾട്ട്, ഫലം. അതാണ് ജ്യോതിശാസ്ത്രവും. നമ്മുടെ കർമ്മത്തിന് ഇവിടെ പ്രാധാന്യമുണ്ട്. ജ്യോതിശാസ്ത്രം കാഴ്ചയാണ് പ്രദാനം ചെയ്യുന്നത്, അറിവിനെയാണ് പ്രദാനം ചെയ്യുന്നത്. ആ അറിവിൽ നിന്നുകൊണ്ട് നമുക്കതിനെ ഏത് വേണമെങ്കിലും തീരുമാനിക്കാം. ഞാൻ ജീവിത പങ്കാളി കൊടുക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത് ഞാൻ കൊണ്ട് പണയം വെച്ചാലേ എനിക്ക് വേണ്ടി എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും. സ്വർണ്ണാഭരണങ്ങൾ, ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളല്ലേ. തുടരുത്, ഇങ്ങനെയുള്ളവരെ തുടരുത്. എടുത്ത് പണയപ്പെടുത്താനോ അല്ലെങ്കിൽ അവൻ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനോ ഒക്കെ, അല്ലെങ്കിൽ വിവാഹം വരുന്നു എനിക്ക് ഇത്ര വേണം എന്ന് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധം ഫെയിൽഡ് ആകും, തീർച്ചയായിട്ടും, ഉറപ്പാണ്, സംശയമില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ജ്യോതിശാസ്ത്രത്തെ എടുത്ത് ഉപയോഗിക്കേണ്ടത് പ്രാക്ടിക്കലായിട്ട്. ആ അറിവിലാണ് എടുത്തത്. അതാണ് പരിഹാരം. അല്ലാതെ ഞാൻ ഇത്ര ആഭരണവും വാങ്ങിച്ച് അതുകൊണ്ട് നശിപ്പിച്ചിട്ട് എന്താ പരിഹാരം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മ കർമ്മ ഫലത്തിനെ വീണ്ടും വർദ്ധിപ്പിച്ചു, അനുഭവിച്ച് തന്നെ തീരണം. വേറെ പരിഹാരമൊന്നും അവിടെ ഇല്ല. അപ്പോൾ ആ ശ്രദ്ധയാണ് നമ്മൾ ഈ അറിവിലൂടെ, ജ്യോതിശാസ്ത്രത്തിലൂടെ ആ ശ്രദ്ധയിലേക്കാണ് നമ്മൾ ഉയരേണ്ടതും അതിനെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത്. ജ്യോതിശാസ്ത്രം നമ്മുടെ ലൈഫിൽ പ്രയോജനപ്പെടുത്തേണ്ടത്, നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടതാണ് ജ്യോതിശാസ്ത്രം. അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ഒരു ആപത്ത് വരുമ്പോൾ ഓടിച്ചെന്നിട്ട് എന്നെ പരിഹരിച്ചതാ എന്ന് പറഞ്ഞ് നിന്നാൽ ആരും പരിഹരിച്ച് നൽകില്ല. ജ്യോതിശാസ്ത്രം പരിഹരിക്കാനായിട്ട് ജ്യോതിശാസ്ത്രത്തിന് ആരും അവകാശം കൊടുത്തിട്ടില്ല. ജ്യോതിശാസ്ത്രത്തിന് കഴിയില്ല. ജ്യോതിശാസ്ത്രം നേത്രമാണ്. അറിവ് മാത്രമേ ജ്യോതിശാസ്ത്രം നൽകുകയുള്ളൂ. ആ അറിവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആവാം എന്തും എന്നുള്ളതാണ്. അപ്പോൾ ആ അറിവാണ് ജ്യോതിശാസ്ത്രം എന്ന് വീണ്ടും മനസ്സിലാക്കുക. അവിടെ നിങ്ങളെ രക്ഷിക്കുവാൻ ജ്യോതിശാസ്ത്രം നിങ്ങൾക്ക് ബാധ്യസ്ഥതയില്ല. അതല്ല ജ്യോതിശാസ്ത്രത്തിൻ്റെ ധർമ്മം. നിങ്ങളുടെ കർമ്മഫലത്തെ നിങ്ങൾ തന്നെ പോസിറ്റീവ് ആക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം വരുന്നൊരു ദാമ്പത്യ ബന്ധത്തിൽ വളരെയധികം ശ്രദ്ധിക്കുകയും ഒപ്പം തന്നെ ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. കൊടുക്കൽ വാങ്ങലുകളിൽ. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു ബിസിനസ്സിൽ വന്നാലും ശരി, അവിടെ ഈ ആഡംബരാദി വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ആഡംബര ഭ്രമത്തിൻ്റെ പിന്നിലാണ് പോകുന്നത്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നു, നിങ്ങളൊരു ബിസിനസ് ഓഫീസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നു, അതിനെ ആഡംബരം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ പോയാൽ നിങ്ങൾക്ക് ആ ബിസിനസ് ഫെയിൽഡ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അവിടെ വളരെ തന്മയത്വം പാലിച്ചുകൊണ്ട് ഒരു ക്രമത്തിൽ നിന്നുകൊണ്ട് ഒരു ബോർഡറിൽ നിന്നുകൊണ്ട് വേണം അതിനെ സമീപിക്കാൻ. കാരണം ആ ആഡംബരത്തിൽ പൂർവ്വജന്മത്തിൽ അടിച്ചു പൊളിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് വളരെ തെറ്റായിട്ടുള്ള റോങ് ആയിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു എന്നതാണ് അർത്ഥം. അപ്പോൾ ഈ ജന്മത്തിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം സ്വാഭാവികമായിട്ട് നക്ഷത്രമായിട്ട് എന്തിനാണ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത്? അതിൻ്റെ കർമ്മഫലം നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങൾ പോകും. അല്ലെങ്കിൽ അന്യ സ്ത്രീ വിഷയങ്ങൾ, അല്ലെങ്കിൽ അന്യ സ്ത്രീ ആണെങ്കിൽ പുരുഷനിലേക്ക്, അന്യലിംഗത്തിൽപ്പെടുന്ന വ്യക്തികളിലേക്ക് ആകർഷിക്കപ്പെട്ട് അങ്ങനെയും വഴിതെറ്റി പോകാനുള്ള ചാൻസസ്. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ പോവുകയും സ്വാഭാവികമായിട്ട് അത് മുഖേന നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മഫലം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ സീക്രട്ട്, രഹസ്യം. അപ്പോൾ ആ വിധി അത് പ്രകാരം നടക്കാതിരിക്കണം. എന്ത് വേണം? നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അവരവർ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഇത്തരം പറഞ്ഞ ചിത്ര നക്ഷത്രമായിട്ട് ബന്ധപ്പെടുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒപ്പം തന്നെ നമുക്കത് ഈ ആടയാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ ആ ക്രിയേറ്റീവായിട്ടുള്ള അത്തരം മേഖലകളിലാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ക്ലൈൻറ്റിനെ നിങ്ങൾ സത്യസന്ധമായിട്ട് എന്ത് വേണം? ഡീല് ചെയ്യണം. ഒരിക്കൽ അതിലെന്താണ്? ഒരു സർവീസ് മൈൻഡോടുകൂടി. സർവീസ് വളരെ മസ്റ്റാണ് ഈ നക്ഷത്രത്തിന്. കാരണം കാലപുരുഷൻ്റെ 6ാം ഭാവമായിട്ടുള്ള അത് സർവീസിനെ പറയുന്നു. സേവനമാണ് അവിടെ വേണ്ടത്. സേവന മനോഭാവത്തോടെ ചെയ്യണം. ഒപ്പം തന്നെ ഇവിടെ ഇപ്പുറത്ത് തുലാരാശി വരുന്ന ബിസിനസ്സാണ്. അപ്പോൾ സേവനവും ബിസിനസ് രണ്ടും കൂടി കൂടിച്ചേരുന്നത് കൊണ്ട് ഈ സേവന മനോഭാവത്തെയും ബിസിനസ് മനോഭാവത്തിനെയും ഏകീകരിച്ച് നിർത്തണം. അല്ലാതെ ബിസിനസ്സിനെ അങ്ങ് ഹൈ കൊണ്ടുപോയിട്ട് സേവനത്തിനെ ഡൗൺ ചെയ്തുകൊണ്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയാൽ ലൈഫിൽ അൺബാലൻസിങ്. അതാണ് വളരെ സീക്രട്ടായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഞാനത് നിങ്ങൾക്കൊരു അവയർനെസ് ലഭിക്കുന്നതിന് വേണ്ടി അതിനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ആ നക്ഷത്രത്തെ എന്തായാലും ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ അതിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും
നല്ല രീതിയിൽ. പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു, ഈ ചിത്ര നക്ഷത്രമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾ ലക്ഷറി ലൈഫിൽ ജീവിക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം, ധർമ്മം എന്ന് എടുത്തു പറയുന്നു. അതായത് സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുക അവർ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ. പക്ഷേ അത് മുഖേനയായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞില്ല, ആഭരണങ്ങളൊക്കെ ആവശ്യം പോലെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തു നിന്നൊക്കെ കിട്ടിയിരിക്കും. പക്ഷേ എന്ത് ചെയ്യും, അത് എപ്പോഴും ബാങ്കിലായിരിക്കും. ധരിച്ചുകൊണ്ട് നടക്കുവാനായിട്ട് പറ്റില്ല, ധരിച്ചുകൊണ്ട് നടക്കുവാനായിട്ട് തടസ്സം വരുമെന്നർത്ഥം. അങ്ങനെ ധരിച്ചുകൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എവിടെന്നെങ്കിലൊക്കെ ചിലവുകൾ വന്ന് ഇതെടുത്ത് പണയപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥ വരും, അല്ലെങ്കിൽ വിൽക്കേണ്ടി വരുന്ന അവസ്ഥ വരും. നിങ്ങളൊരു നല്ലൊരു വാഹനം എടുക്കുന്നു, ലക്ഷറി ആയിട്ടുള്ളൊരു വാഹനം എടുക്കാൻ ശ്രമിച്ചാൽ അത് വളരെ വേഗം ഡാമേജ് ആകും. ശ്രദ്ധിച്ച് നോക്കിയാൽ വളരെ വേഗം ഡാമേജ് ആകും, മറ്റുള്ളവർക്ക് ഡാമേജ് ആകും, പക്ഷേ നിങ്ങൾക്കാകും. അപ്പം അതിലൊക്കെ തന്നെ ആഡംബരം എന്നുള്ള വിഷയം, ആവശ്യങ്ങൾ നല്ലതിനാണ്, ആവശ്യങ്ങൾ വേണം. പക്ഷേ ആഡംബരം എന്നുള്ള ആവശ്യത്തിൽ അധികമായിട്ടുള്ള ആഡംബര ഭ്രമത്തിലേക്ക് നിങ്ങൾ ലൈഫിൽ ഒരിക്കലും പോകാൻ പാടില്ല. മറ്റുള്ളവരെ നയിക്കുക അതാണ് ഒരു സ്വർണ്ണ പണി ചെയ്യുന്ന ഒരു വ്യക്തി ഒരുപാട് സ്വർണം വരുന്നു, ആ സ്വർണ്ണത്തെ എന്ത് ചെയ്യുന്നു, ആഭരണങ്ങളാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തിക്കുണ്ടോ? സ്വയം ധരിക്കുവാനാണോ അത് ചെയ്യുന്നത്? ആ വ്യക്തിയുടെ സ്കില്ല് നൽകിയിരിക്കുന്നത്, സ്കില്ല് ക്രിയേറ്റ് ചെയ്യാനുള്ള, ഡിസൈൻ ചെയ്യാനുള്ള, ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ വീട് ഡിസൈൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ മറ്റെന്ത് വസ്തുക്കളായിട്ടില്ല, പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കളും ഇതുമായിട്ട് ബന്ധം, വിശ്വത്തിൻ്റെ തന്നെ കർമ്മ കണക്ടിവിറ്റിയാണ്. അപ്പോൾ എന്തിൻ്റെ ഡിസൈനിങ്, എന്തിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്ന ബെർത്ത് ആയിട്ട് ബന്ധപ്പെടുന്നു ആണ് ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത്. ദാമ്പത്യ ബന്ധത്തിൽ ആ ബെർത്തിന് ഉപയോഗപ്പെടുന്ന എനർജി എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഏതൊരു കാര്യവും സൃഷ്ടിക്കുവാനായിട്ടുള്ള എനർജിയാണ് ഇതിൻ്റെ ഉള്ളിൽ സീക്രട്ട് അറിയുന്നത്. അപ്പോൾ സൃഷ്ടിക്ക് എന്താണ് നമ്മൾ കഥകളിൽ അറിയാം അല്ലേ, വിശ്വകർമാവ് എല്ലാം സൃഷ്ടിച്ചു കൊടുക്കും, പുള്ളി അനുഭവിക്കുന്നുണ്ടോ, പുള്ളിക്ക് ഒരു വീടുണ്ടോ, പുള്ളി വീട്ടിൽ കയറി താമസിക്കുന്നുണ്ടോ, എനിക്ക് വിഷു എല്ലാം ഞാൻ ചെയ്താണ്, എനിക്ക് തന്നെ വേണം, ഞാൻ താമസിക്കും, ബാക്കിയുള്ളവർ പൊയ്ക്കോ, ഇറങ്ങിപ്പൊയ്ക്കോ, എനിക്കുള്ളതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അതുപോലെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. മറ്റുള്ളവർക്ക് നിങ്ങൾ വീട് വെച്ച് കൊടുത്തോളൂ, വാസ്തുപ്രകാരമൊക്കെ നല്ല വാസ്തുവൊക്കെ നോക്കി അത് പ്രകാരം വീടുകൾ നല്ല ഭംഗിയുള്ള, എല്ലാവർക്കും അവർക്ക് ആനന്ദത്തോടു കൂടി ദാമ്പത്യ ജീവിതം നയിക്കുവാനും ഉല്ലസിക്കുവാനും കുടുംബജീവിതം നയിക്കുവാനും സാധിക്കുന്ന നല്ല ഗ്രഹങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കൂ. പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ എനിക്ക് വേണം ഇത്ര ലക്ഷറി ആയിട്ടുള്ള ഇന്ന സൗകര്യങ്ങൾ കൂടിയ വീട് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ കയറി വസിച്ചാൽ എന്ത് വരും? ആദ്യം വരുന്നത് ദൃഷ്ടിദോഷം നിങ്ങൾക്ക് കിട്ടും. ദൃഷ്ടിദോഷം നിങ്ങൾക്ക് എന്നെ വരും, അതെല്ലാം പോയി കിട്ടും എന്ന് അർത്ഥം. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റുകളാണ് ഈ പോയിന്റ്. ആഡംബരം എന്നുള്ള വിഷയത്തിൽ ഒരു പരിധി വരെ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ, ഈ തുലാസിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയാൽ ലൈഫിൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകാം. പക്ഷേ നമ്മൾ ലൈഫിൽ എപ്പോഴും അലർട്ടായിരിക്കുക. നമ്മുടെ തന്നെ കർമ്മഫലങ്ങളാണ് ഇതിനെ കാരണം. അതുകൊണ്ട് എന്ത് വേണം, അതിനെ പോസിറ്റീവ് ആക്കുവാനായിട്ട് ആ സേവന മനോഭാവത്തോടുകൂടി നിങ്ങൾ ബിസിനസ് ചെയ്തോളൂ. പക്ഷേ അത് സേവന മനോഭാവത്തോടു കൂടി വേണം ചെയ്യുവാനായിട്ട്. ഇതെൻ്റേതല്ല കയ്യിൽ വരുന്നതൊന്നും. ഇതിനെന്താണ് ഒരു വസ്തു ഒന്ന് അതിനെ പരിണാമം വരുത്തിയിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ, പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അതിനെ പരിവർത്തനപ്പെടുത്തി കൊടുക്കുക എന്നുള്ള മാത്രം. ഞാനവിടെ മീഡിയേറ്ററാണ്. രണ്ട് രാശികളിൽ കന്നിയുടെയും തുലാത്തിൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു മീഡിയേറ്ററായിട്ട് ഇവിടെ നിന്ന് എടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിലുള്ള മറ്റൊരു പ്രത്യേകത ഉള്ളത്, തുലാൻ രാശിയിൽ വരുന്ന ചിത്തിര നക്ഷത്രമായിട്ട് ചിത്തിരയുടെ ആ 3-4 പാദങ്ങളായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കായിരിക്കും ക്രിയേറ്റീവായിട്ടുള്ള സ്കിൽസ് കൂടുതലായിട്ട് വരും. മറ്റേ അക്കൗണ്ട്സ് കാര്യങ്ങൾ, കാര്യങ്ങൾ, അതിൻ്റെ കണക്ക് കൂട്ടൽ. ഇപ്പോൾ ഇത് രണ്ടും പറയല്ലേ, സ്വർണ്ണാഭരണങ്ങൾ വരുന്നു, അതിനെ കണക്ക് അളവ് തൂക്കി അത് ഇതുണ്ട്, ഇത് ഇത്ര ഇതിനെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടും, പ്രയോജനപ്പെടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂക്ഷ്മപ്പെടുത്തി അതിനെ ശുദ്ധീകരിച്ച് നൽകുന്നത് ആ ഒരു കന്നിരാശിയിൽ അവസാനത്തെ ആ പാദം, ചിത്രയുടെ ആദ്യ പാദങ്ങൾ 1-2 പാദങ്ങൾ. എന്നാൽ ഇപ്പുറത്തേക്ക് അത് വരുമ്പോൾ അതിനടുത്ത് ക്രിയേറ്റ് ചെയ്ത് ഡിസൈനിങ് ചെയ്യുന്നത്, ഡിസൈനിങ് വർക്കുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഏതൊരു മേഖലയിലും നമുക്കത് വളരെ ഇതായിട്ട് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും. എന്തായാലും അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ശരി, തീർച്ചയായിട്ടും നമുക്കത് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ചിത്തിര നക്ഷത്രക്കാർക്കൊപ്പം തന്നെ വിധി, മതി, ഗതി എന്നിവ ചിത്തിര വരുന്നവർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അറിവുകൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടട്ടെ. ഒരുപാട് വിഷയങ്ങളുണ്ട്, പറഞ്ഞു പോയാൽ നമുക്കത് പഠിക്കുവാനായിട്ട് ഒരു നക്ഷത്രം തന്നെ നമുക്ക് ദിവസങ്ങളെടുത്ത് പഠിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. എന്തായാലും തൽക്കാലം ഈ അറിവുകൾ നിൽക്കട്ടെ. നമുക്ക് പിന്നീട് ഒരിക്കൽ ഇതിൻ്റെ തുടർ വിഷയങ്ങളായിട്ട് മുന്നോട്ട് പോകാം. ബ്രഹ്മാവിൻ്റെ നക്ഷത്രം ചിത്തിര നക്ഷത്രം സൃഷ്ടി നടത്തിവിടുക എന്നുള്ളതാണ് ഡ്യൂട്ടി. ആ ഡ്യൂട്ടി ചെയ്യുക, അതാണ് ധർമ്മം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ഒത്തിരി അറിവുകളുമായിട്ട്. അതുവരെ നമസ്തേ.